പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി സ്കൂൾ ബസ് ജീവനക്കാർക്കും അധികൃതർക്കുമായി തിരൂർ സബ് ആർടിഒയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. AMVI R രഞ്ജു ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ കോളേജ് ബസ് ജീവനക്കാർക്കും അധികൃതർക്കുമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ക്ലാസ്സിൽ വിശദീകരിച്ചത്. AMVI R രഞ്ജു ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ ബസ്സുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ, വാഹനങ്ങൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, ഡ്രൈവർമാരും ജീവനക്കാരും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഈ കുട്ടികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി വേണം. അത് ഒന്നാമതല്ല, കുട്ടികൾ ആദ്യം കാണുന്ന മുഖം നിങ്ങളുടേതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കടലിറക്കിയാൽ നമ്മളൊരു ചെറു പുഞ്ചിരിയോടെ കുട്ടികളെ സ്വാഗതം ചെയ്യുക. അവരോടുള്ള പെരുമാറ്റം നമുക്ക് വളരെ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. കാരണം അവര് സ്കൂളിന്റെ ആദ്യത്തെ മുഖം നിങ്ങളുടേതാണ്. നിങ്ങളിൽ നിന്നാണ് അവർ പാഠങ്ങൾ പഠിച്ചത് എന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഏറ്റവും ഇഷ്ടം അവർക്ക് വാഹനങ്ങളാണ്, വാഹനം ഓടിക്കുന്നവരെയാണ്. അതെല്ലാ കാലത്തും അങ്ങനെ നിലനിൽക്കുന്ന സംഭവം അല്ലേ? വാഹനം ഓടിക്കുന്നവരുണ്ട്. എന്തൊക്കെ സ്കൂളിൽ കൊച്ചിലെ നമ്മുടെ സ്കൂൾ ബസ്സിൽ പോകുന്ന ആൾക്കാരെ ഞാനിപ്പോ കണ്ടാലും ഓടിച്ചെന്ന് ജയിക്കാൻ കൈ പിടിച്ച് കെട്ടിപ്പിടിക്കും. കാരണം അവരാണ് നമ്മൾ ആദ്യമായി ഗിയർ ഇടുന്നതും സ്റ്റിയറിംഗ് പിടിക്കുന്നതും രീതിക്കാണ് നമ്മുടെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ പെരുമാറ്റം നമ്മൾ അതേപോലെ നമ്മൾ കോപ്പി ചെയ്തെടുക്കും അല്ലെ? അപ്പോ ദയവ് ചെയ്ത് പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ നമ്മൾ ലൈസൻസിന് മേൽ നടപടികൾ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യവും ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. സ്കൂളുകളിൽ യാത്രാ സുരക്ഷ ഉറപ്പാക്കാനായി നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നും പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രം നിയമിക്കണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരൂർ.